ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷെമിൽ. ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നൂൽപുട്ടിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പ് ക്യാരറ്റ് ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് ബീൻസ് ആണ്. അപ്പൊ ബീൻസും തന്നെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു 1/2 കപ്പോളം വരും. പിന്നെ എടുത്തിട്ടുള്ളത് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ്. ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ്. അപ്പൊ ഇത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് വേണം. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നെടുകെ കീറിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. അപ്പൊ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. നമ്മുടെ കറിക്ക് ഒരു ഫ്ലേവർ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഇത് ചേർക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഞാനിവിടെ 2-ാം പാൽ എടുത്തിട്ടുള്ളത് 1/4 കപ്പാണ്. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തു. അങ്ങനെ എനിക്ക് 1/4 കപ്പ് 1-ാം പാല് കിട്ടി. അത് മാറ്റി വെച്ചു. പിന്നെ ആ തേങ്ങാപ്പീരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്തു. എന്നിട്ട് അരിച്ചെടുത്തിട്ട് എനിക്ക് കിട്ടിയത് 1/4 കപ്പ് പാലാണ്. അപ്പൊ 1/4 കപ്പ് 2-ാം പാലാണ് എനിക്ക് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ പാലാണ് ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിൽ എരിവിനായിട്ട് പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. കറിയൊക്കെ ഇപ്പൊ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ പച്ചമുളകിന്റെ എരിവ് മാത്രം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് പച്ചമുളക് മാത്രം ചേർത്താലും മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. തേങ്ങ കുറച്ച് പിരിഞ്ഞതായിട്ട് കാണാനുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ 1-ാം പാല് ചേർക്കുമ്പോൾ ശരിയാവും. ഇനിയിപ്പോ ഇതിലേക്ക് 1-ാം പാൽ ഒഴിക്കണം. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒഴിക്കുമ്പോൾ പാല് പിരിഞ്ഞതൊക്കെ ശരിയായിക്കോളും. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കറി താളിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഇടിയപ്പത്തിന്റെയും അപ്പത്തിന്റെയും കൂടെയൊക്കെ സെർവ് ചെയ്യാം. പിന്നെ ഇതിപ്പോ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നീ തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒരുപാടൊന്നും കുറുക്കി എടുത്തിട്ടില്ല. ഇനിയിപ്പോ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഈസ്റ്ററിന് ഈ വെജിറ്റബിൾ സ്റ്റ്യൂവിന്റെ റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അത്. മസാല ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി കറിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്